ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ ക്യൂ നിയന്ത്രണങ്ങളിൽ പാളിച്ച. നിയന്ത്രണങ്ങൾ കൃത്യമല്ലാത്തതിനാൽ ഇന്ന് എമർജൻസി പാതയിലടക്കം വലിയ തടസ്സം നേരിട്ടു. പലതവണ ആംബുലൻസുകൾ നിർത്തിയിടേണ്ട സാഹചര്യവുമുണ്ടായി. സോണൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും. സോണൽ, മണ്ഡലകാലം തുടങ്ങിയ സമയത്ത് യാതൊരു പരാതിയുമൊന്നും ഇല്ലാതെ തിരക്കൊക്കെ നിയന്ത്രിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ക്യൂ നിയന്ത്രണങ്ങളിൽ പാളിച്ചയുണ്ടാകുന്നു. ആംബുലൻസ് നിർത്തിയിടേണ്ട ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഗുരുതര വീഴ്ചയാണ്. എന്താണ് സംഭവിക്കുന്നത്? സന്ധ്യ, നടപ്പന്തലിലേക്ക്, അതായത് സന്നിധാനത്തേക്കുള്ള നടപ്പന്തലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എമർജൻസി പാതയ്ക്ക് കുറുകെയാണ് ഈ നടപ്പന്തലുള്ളത്. ഈ വാഹനങ്ങൾ പോകാൻ വേണ്ടി നടപ്പന്തലിന്റെ രണ്ട് ഭാഗവും കയറ് കെട്ടി ഭക്തരെ നിയന്ത്രിക്കാനാണ് പതിവുള്ള കാഴ്ച. പക്ഷേ ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടും ഈ രണ്ടിടങ്ങളിലും കയറിനപ്പുറത്തേക്ക് ഭക്തർ കവിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പലതവണ ആംബുലൻസിന് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി, നിർത്തിയിടേണ്ട സാഹചര്യമുണ്ടായി. എമർജൻസി വേ ആണ്, എമർജൻസിക്കായി പോകേണ്ട വഴിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഭംഗിയായി കൃത്യനിർവഹണം വഹിച്ചതാണ് പോലീസൊക്കെ. പക്ഷേ ഇന്ന് തുടർച്ചയായി ഇത്തരം വീഴ്ചയുണ്ടാകുന്നു എന്നുള്ളത് ഭക്തർ തന്നെയാണ് നമ്മളെ ചൂണ്ടിക്കാണിച്ചത്. ഭക്തർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ രോഗിയുമായി പോകുന്ന സമയത്ത് വാഹനം നിർത്തിയിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ക്യൂ നിയന്ത്രണത്തിൽ അതിൽ വലിയ പാളിച്ച ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. നടപ്പന്തലിലേക്കുള്ള ക്യൂ നിയന്ത്രണത്തിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. സന്ധ്യ.